തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ഒടുവിലെത്തി. പ്രതി അഫാന്റെ അമ്മ ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് പറയുന്നു. മുത്തശ്ശിയെ കൊന്ന ശേഷവും അഫാൻ കടങ്ങൾ വീട്ടിയിരുന്നതായി പോലീസ് കണ്ടെത്തി. സൽമ ബീവിയെ കൊന്ന ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ സ്വന്തം അക്കൗണ്ട് വഴി അഫാൻ കടക്കാർക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയുമാണ് ചെയ്തത്. അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി. വിദേശത്ത് പിതാവ് കടബാധിതയിലായതും അമ്മ ഷെമിയുടെ അസുഖവും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചിരുന്നു. ജീവിത നിലവാരം ഇടിഞ്ഞതും ഒന്നിനും കയ്യിൽ പണമില്ലാതെ വന്നതും അഫാനെ വല്ലാതെ അസ്വസ്ഥനാക്കി. മുത്തശ്ശിയാണ് ഇടയ്ക്കിടെ പണം നൽകിയിരുന്നത്. മറ്റു ബന്ധുക്കളും കുറച്ച് പണം നൽകി. എന്നാൽ പണം തിരികെ ലഭിക്കാനുള്ള ചിലർ ശല്യപ്പെടുത്താൻ തുടങ്ങി. പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് ബിസിനസ് നടത്തി കടബാധ്യത വരുത്തി. പണം തിരിച്ചു നൽകാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്രാ വിലക്കിലുമാണ്. ഇതോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് കുടുംബം ചിന്തിച്ചു. എന്നാൽ ഷെമി ഇതിൽ നിന്ന് പിന്മാറിയതോടെയാണ് ആത്മഹത്യ നടക്കാതിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന.